Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. Okay. Good morning to all. Good morning, Miss. Morning. 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 ഇത്രയും പേരുണ്ടാവാറുള്ളോ ക്ലാസ്സില്? Thank you, Darcy. Okay.
Okay, നോക്കാം. Why is informed concern important in healthcare? Why is informed concern important in healthcare? എന്താണ് ഇൻഫോംഡ് കൺസേണിന്റെ പ്രാധാന്യം? ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗില് ഇൻഫോംഡ് കൺസേണിന്റെ പ്രാധാന്യം എന്താണ്? Informed concern creates trust between doctor and patient by ensuring good understanding. It also reduces the risk for both patient and doctor with excellent communication about risk and options. Patients can make choices which are best for them and physician faces less risk of legal action. എന്തുകൊണ്ടാണ് ഇൻഫോംഡ് കൺസേൺ ഹെൽത്ത് കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വഹിക്കുന്നത്? നോക്കാം. ഇൻഫോംഡ് കൺസേൺ ക്രിയേറ്റ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യന്റ്. ഡോക്ടറും പേഷ്യന്റും തമ്മിൽ എന്തൊരു തരത്തിലുള്ള റിലേഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡോക്ടറും രോഗിയും തമ്മിലൊരു വിശ്വാസം സൃഷ്ടിക്കുകയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ കൺസേണിന്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം സൃഷ്ടിച്ചെടുക്കുകയാണ്. പേജ് നമ്പർ എത്രയാണോ എന്ന് പറഞ്ഞു കൊടുത്തേ. 56. പേജ് നമ്പർ 56. പേഷ്യൻസും രോഗിയും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്? എൻഷുറിംഗ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്. It also reduce the risk for both patient and doctor. ഈ കൺസേൺ കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനം എന്താണ്? റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതായത് ഡോക്ടർക്കുള്ള റിസ്ക് അല്ലെ, ഡോക്ടറിന്റെ മേലെ വരുന്ന ഏതുതരം റിസ്ക് നമ്മൾക്ക് ഈ കൺസേൺ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. It also reduce the risk for both patient and the doctor. ഓക്കെ, രണ്ടു കൂട്ടർക്കും എന്താണ് അവിടെ ഒരു അപകട സാധ്യത വരുന്നില്ല. രണ്ടുപേരുടെ സമ്മതത്താൽ, പേഷ്യന്റിന്റെ സമ്മതത്താലെയാണ് ഡോക്ടർ ആ ഒരു സർജറി അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് അവിടെ അധികം റിസ്കുകൾ വരുന്നില്ല. With excellent communication about risk and options, patients can make choices which are best for them and physician face less risk of legal action. അതായത് പേഷ്യന്റിനോട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ആരും നടത്തുന്നത്? ഡോക്ടർ. എന്തിനെ കുറിച്ചിട്ടാണ് നടത്തുന്നത്? പേഷ്യന്റിന്റെ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് അല്ലെ? ആ കൺസേണുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഡോക്ടർ നല്ല രീതിയിൽ പേഷ്യന്റിനോട് അവതരിപ്പിക്കുന്നു. ആ ഒരു എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ ശേഷം എന്താണ്? ആ പേഷ്യൻസിന് കൃത്യമായിട്ട് എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പേഷ്യൻസിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല പേഷ്യന്റ് ക്യാൻ മേക്ക് ചോയ്സസ് വിച്ച് ആർ ബെസ്റ്റ് ഫോർ ദം. പിന്നെ പേഷ്യൻസിന് എന്ത് തിരഞ്ഞെടുക്കാനും സാധിക്കുന്നു? എന്താണ് ഇവിടെ ചോയ്സസ് എന്ന് പറയുന്നത്? രോഗിക്ക് മികച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കൺസേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് അല്ലെ? ചോയ്സസ് അതായത് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ, ഏത് തരം ചികിത്സ വേണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് തനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷൻ എടുക്കാനുള്ള ഒരു അവസരം കൂടി പേഷ്യൻസിന് ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനും കൂടി സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ and physician face less risk of legal action. അപ്പൊ ഈ കൺസേൺ പേഷ്യന്റ് ഒപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടറിന് ഏത് തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുന്നു? ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ ആക്ഷൻസ് അല്ലെ, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഈ കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഡോക്ടറിന് അതിൽ നിന്ന് റിസ്കുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻഫോംഡ് കൺസേണിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻഫോംഡ് കൺസേൺ ക്രിയേറ്റ് ട്രസ്റ്റ് ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യന്റ് ബൈ എൻഷുറിംഗ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്. ഡോക്ടറും രോഗിയും തമ്മിലുള്ള വിശ്വാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൺസേൺ തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് രോഗിയും പേഷ്യന്റും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റിന്റെ തന്നെ അവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ളൊരു സമയം കൂടി പേഷ്യൻസിന് കിട്ടുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഈ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നിയമന നടപടികൾ അല്ലെങ്കിൽ ഡോക്ടർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ലീഗൽ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഡോക്ടർക്ക് മറ്റ് റിസ്കുകളൊന്നും തന്നെ വരുന്നില്ല. ഓക്കെ, മനസ്സിലായോ ആ പാരഗ്രാഫ്?
Okay. No one can guarantee positive outcome in healthcare settings, but informed consent at least ensure patients understand the risk they undertake with the treatment. It's also the law, when patients agree to a treatment, they must sign paperwork indicating they understand the risk and agreeing doctors can take specific life-saving measures if needed. First point ൽ എന്താ പറയുന്നത്? No one can guarantee positive outcome in healthcare settings. നമുക്കറിയാം ഒരു ആരോഗ്യ സംവിധാനത്തിൽ അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുമായി റിലേറ്റഡ് ആയിരുന്ന ഏത് കേസസുകളിലും നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലെ. നമുക്ക് ആരോഗ്യ സംരക്ഷണ ക്രമീകരണത്തിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എന്ത് വേണമെങ്കിലും അവിടെ ഒരു പ്രഡിക്ഷൻ ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ. നമുക്ക് എന്ത് വേണമെങ്കിലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആണ്, അല്ലെങ്കിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്ഭുതങ്ങൾ സംഭവിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം അത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. ആള് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും ഗ്യാരണ്ടി അല്ല. അത് സർജറി ചെയ്യുന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇൻ കേസ് ഹെവി ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിസ്കുകൾ വരുന്ന സമയത്ത് പേഷ്യന്റ് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നിനും ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാരണ്ടി ആയിട്ട് പറയാൻ സാധിക്കില്ല അല്ലെ. ഓക്കെ, പോസിറ്റീവ് ഔട്ട്കംസ് തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. എത്ര പെർസെന്റേജ് ചാൻസ് ഉണ്ടാകുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ ഒരു ഡോക്ടേഴ്സ് ആണെങ്കിൽ പറയും അല്ലെ, ഡോക്ടേഴ്സ് 100% ആരും ഉറപ്പ് പറയില്ല. നോക്കാം അങ്ങനെയല്ലേ പറയുള്ളൂ. എത്ര പെർസെന്റേജ് ചാൻസ് ഉണ്ട്, നമ്മളത് മാക്സിമം നോക്കുന്ന മാത്രമേ ഉറപ്പ് തരുള്ളൂ. അല്ലാത്ത പക്ഷം അതങ്ങനെയാണ് അല്ലെ. നമുക്ക് ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ റിസ്ക് ആണത്. ഇത്തരത്തില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു കാര്യത്തിലും നമുക്കൊരു പോസിറ്റീവ് പറയാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഫലങ്ങൾ അങ്ങനെ ആർക്കും പ്രത്യേകം പ്രതീക്ഷിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല. But informed consent at least ensure patients understand the risk they undertake with the treatment. So informed consent കൊണ്ട് പേഷ്യൻസിന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവർക്ക് എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവും അല്ലെ. സർജറി ചെയ്യുന്നതോടുകൂടി ആ പേഷ്യൻസിന് എന്ത് റിസ്ക് ഉണ്ടാവും എന്നതിനെ പറ്റിയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു അവബോധം കിട്ടും. ഈ ഒരു കൺസേൺ കൊടുക്കുന്നത് അത് മാത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺസേൺ കൊണ്ട് നമ്മൾ മനസ്സിലാവും. കൺസേണിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആഫ്റ്റർ എഫക്ട്സുകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും, ഇന്ന മെഡിസിൻസ് എടുത്തില്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ള എല്ലാ കാര്യങ്ങളും എന്തിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, കൺസേണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെ റിസ്കുകൾ അതിലുണ്ടെന്ന് പേഷ്യൻസിന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്തിൽ കൊടുക്കുന്നുണ്ട്? ഇൻഫോംഡ് കൺസെന്റിൽ അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, it is also the law, when patients agree to a treatment they must sign paperwork indicating they understand the risk and agreeing doctors can take specific life-saving measures if needed. എന്താണ് പറയുന്നത്? രോഗി ഇത് വായിച്ചു നോക്കി അതിന്റെ അപകട സാധ്യതകൾ മനസ്സിലാക്കിയതിനു ശേഷമല്ലേ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. സൈൻ ചെയ്യാതെ വേറെ നിവൃത്തില്ല, എന്തായാലും സർജറി ചെയ്തേ പറ്റും. അപ്പൊ പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? വായിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? കൺസേൺ വായിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? എഗ്രി ചെയ്യും അല്ലെ. ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എഗ്രി ചെയ്യുകയും ചെയ്യും. മാത്രമല്ല പ്രധാനമായ ഒരു കാര്യം അവിടെ ചെയ്യുന്നു, യെസ്, സൈൻ ചെയ്യും അല്ലെ. ഓക്കെ, അതായത് രോഗി ചികിത്സയ്ക്ക് സമ്മതിക്കുന്നതിന്റെ ആ ഒരു ഒരു മറുപടിയാണ് എന്ത്? സൈൻ എന്ന് പറയുന്നത്. രോഗി ഒരു ചികിത്സയ്ക്ക് സമ്മതിക്കുമ്പോൾ സൈൻ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ തന്നെ എന്താണ്? they must sign paperwork indicating they understand the risk and agreeing doctors can take specific life-saving measures if needed. പിന്നെ എന്താ പറയുന്നത്? ആവശ്യമെങ്കിൽ ഡോക്ടർമാർക്ക് ജീവരക്ഷാ നടപടികൾ സ്വീകരിക്കാമെന്നും സമ്മതിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അത്. അതായത് ആവശ്യാനുസരണം. അപ്പൊ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു മെഷർ സ്വീകരിക്കുക, ഈ ജീവൻ രക്ഷിക്കുന്ന തരത്തിലുള്ള ഈ ഒരു മെഷേഴ്സ് സ്വീകരിക്കുമെന്ന കൺസേണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആവശ്യാനുസരണം മാത്രമായിരിക്കുള്ളൂ ഡോക്ടേഴ്സ് അത് സ്വീകരിക്കുന്നത്. അപ്പൊ അതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ആര് സൈൻ കൊടുക്കുന്നത്? പേഷ്യൻസ് സൈൻ ചെയ്യുന്നത്. ഓക്കെ,
യെസ്, അതായത് ഒരു രോഗി ചികിത്സയ്ക്ക് സമ്മതിക്കുമ്പോൾ കൃത്യമായിട്ട് സൈൻ ചെയ്തിരിക്കണം. മാത്രമല്ല എന്താണ്, ആവശ്യമെങ്കിൽ ഡോക്ടർമാർക്ക് ജീവരക്ഷാ നടപടികൾ സ്വീകരിക്കാമെന്നും അതില് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. സ്പെസിഫിക് ലൈഫ് സേവിംഗ് മെഷേഴ്സ് ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ ലൈഫ് സേവിംഗ് മെഷേഴ്സുകൾ സ്വീകരിക്കാവുന്നതുമാണ്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയ ഒരു പാരഗ്രാഫ്. സംശയം ഉണ്ടോ? നോക്കൂ, അടുത്ത പാരഗ്രാഫ് നോക്കട്ടോ. To work effectively, informed consent must allow patients to make the decision suitable for them. This means medical professionals must offer enough information to patients to enable them to make a choice and provide enough time. Where possible, patients do not feel pressured. Pain, medication, and some medical conditions can affect judgment and understanding. So the doctor must consider these factors when seeking consent from a patient. Okay, to work effectively. എന്താണ്, നമ്മള് ഫലപ്രദമായിട്ട് ഈ ഒരു കൺസേണുമായി പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം? Informed consent must allow patients to make the decision suitable for them. കൺസേൺ വായിക്കുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിന് എന്ത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നു? കൃത്യമായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് പേഷ്യൻസിന് സാധിക്കുന്നു. നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പോയിന്റ്സ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് തോന്നുന്നില്ലേ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കുക അല്ലേ? അല്ലെ പിള്ളേരെ? അതെ, 2-3 പോയിന്റ്സിൽ ഉൾപ്പെടുത്തുന്ന കാര്യം അതാണ് പി ജിയുടെ ഒരു പ്രത്യേകത അല്ലേ? കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഡിപ്ലോമയില് നിങ്ങൾ ഇതൊക്കെ പോയിന്റ് വൈസ് ആയിട്ട് സൂപ്പർ ആയിട്ട് പഠിച്ചല്ലേ? പോയിന്റ്സ് മാത്രം നോക്കി പഠിച്ചാൽ മതിയായിരുന്നു. യെസ്, എന്താണ്, പേഷ്യൻസിന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനും അതോടൊപ്പം തന്നെ എന്താണ്, this means medical professionals must offer enough information to patients to enable them to make a choice and provide enough time. Where possible, patient do not feel pressures. അപ്പോൾ ഈ കൺസേൺ കൊടുക്കുന്ന സമയം തന്നെ എന്താണ്, പേഷ്യൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസിന് നല്ലൊരു ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം, കൃത്യമായ ഒരു സമയം കൊടുക്കുകയാണ്. ഏത് ചികിത്സയാണ് അല്ലെങ്കിൽ ഈ കൺസേണിന് അല്ലെങ്കിൽ ഒരു സർജറിക്ക് തങ്ങൾ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ടോ എന്നത് തീരുമാനിക്കാനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും പേഷ്യൻസിനോട് നമ്മൾ പ്രഷർ ചെയ്യുന്നില്ല. അതായത് പോസിബിൾ ആയിട്ടുള്ള സാധ്യതകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനല്ല നോക്കുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർ രോഗിയെ പ്രഷർ ഏൽപ്പിച്ചിട്ടായിരിക്കില്ല കൺസേൺ വാങ്ങിക്കുന്നത്. കാര്യമായ ഒരു സമയം കൊടുത്തിട്ട് അവർക്ക് ആലോചിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യും. ഒരിക്കലും അവരെന്താണ് നമ്മള് പ്രഷർ അല്ലെങ്കിൽ എന്താണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരിക്കലും ആദ്യം ഒരു രോഗിയിൽ നിന്നും നമ്മൾ കൺസേൺ വാങ്ങിക്കില്ല. ഓക്കെ, pain, medication, and some medical conditions can affect judgment and understanding. So doctors must consider these factors when seeking consent from a patient. പിന്നെ എന്താണ്, ഇനി പെയിൻ ആൻഡ് മെഡിക്കേഷൻസ്. എന്താണ് പെയിൻ ആൻഡ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്? പെയിൻ ആൻഡ് മെഡിക്കേഷൻസ് ആൻഡ് സം മെഡിക്കൽ കണ്ടീഷൻസ്.
അതായത് കൺസേൺ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഡോക്ടർ രോഗിയായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യും അല്ലെ, അവരുമായിട്ട് നല്ലൊരു ആശയവിനിമയം നടത്തുന്ന സമയത്ത് പെയിനിനെ കുറിച്ച് അല്ലെങ്കിൽ മെഡിക്കേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതർ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് കൃത്യമായ രീതിയിൽ അവർക്ക് ഒരു അവബോധം കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു രോഗിയിൽ നിന്ന് സമ്മതം നമ്മൾ നേടുമ്പോൾ ഡോക്ടർമാർ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിരിക്കണം. അതായത് ചിലപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, സർജറി കഴിഞ്ഞ് ഇത്ര ദിവസങ്ങളോളം ചിലപ്പോൾ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ 3 ഘടകങ്ങൾ, അതായത് പെയിന് അല്ലെങ്കിൽ ഏതൊക്കെ തരം മെഡിക്കേഷൻസ് ആണ്, ചിലപ്പോൾ മെഡിക്കേഷൻസ് മരുന്നുകൾ കഴിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ, ചില മരുന്നുകൾക്ക് ചിലപ്പോൾ സഡേഷൻ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ എന്താണ് ഓവർ ഡോസഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ പേഷ്യൻസ് എപ്പോഴും ആ ഒരു സഡേഷൻ പീരീഡ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അതർ മെഡിക്കൽ കണ്ടീഷൻസ്, ഇതിന് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള നമ്മളിപ്പോ എക്സാമ്പിള് ഒരു കുട്ടി പറയുന്നത് എന്താണ്, സി സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സിസേറിയൻ ചെയ്ത കുറെ പേർക്ക് അറിയാൻ പറ്റും. ഇതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ, അത് ശേഷം എന്തൊക്കെയായിരിക്കും ബുദ്ധിമുട്ടുന്നത് അല്ലെ. പെയിൻ മാറണമെങ്കിൽ തന്നെ എത്ര ദിവസം എടുക്കും? ദിവസമാണോ എടുക്കുന്നത്? മാസങ്ങളോളം എടുക്കും അല്ലെ. സി സെക്ഷൻ കഴിഞ്ഞവർക്ക് മാസങ്ങളോളം ആ പെയിൻ റിലീഫ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു വൺ ഇയർ ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ ശരിക്കും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നത്. ശരിക്കും ആ ഒരു പെയിൻ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു പെയിൻ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അടുത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്തൊക്കെയാണ് ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു കൺസേണുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഈ 3 ഫാക്ടേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് രോഗിയോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് എന്താണ്, പെയിൻസ് ഉണ്ടാവാം, പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ഡോസേജ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സഡേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ കണ്ടീഷൻസ്. ചിലപ്പോ നമുക്ക് ചില മരുന്നുകൾ അടിക്കുമ്പോൾ ചില ബോഡിക്ക് റിയാക്ഷൻ വരാറുണ്ട് അല്ലെ, ചിലവെങ്കിലും നന്നായിട്ട് വിറയ്ക്കും, വിറവിൽ വരാറുണ്ട്, ഷിവറിങ് വരാറില്ലേ. ഓക്കെ, ചിലവർ തലകറങ്ങി വിടാറുണ്ട്, മരുന്നിന്റെ ഡോസേജ് മുതൽ തലകറങ്ങി വിടാറുണ്ട്, പെയിന്റ് ചെയ്ത് വിടാം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ അതും കൂടി നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്ന കൂട്ടത്തില് ഈ 3 ഫാക്ടേഴ്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളോട് പരിഗണിച്ചിട്ട് വേണം ഡോക്ടർ കൃത്യമായിട്ട് രോഗിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ടു വർക്ക് എഫക്റ്റീവ്ലി, ഫലപ്രദമായിട്ട് നമ്മൾ ഈ കൺസേണുമായി പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, പേഷ്യൻസിന് ആവശ്യത്തിലധികം നമ്മൾ സമയം കൊടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്നാണ് പേഷ്യൻസിന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള മതിയായ സമയം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ഒരിക്കലും അവരെ പ്രഷർ ചെയ്തിട്ടല്ല നമ്മൾ അവരിൽ നിന്ന് സമ്മതം വാങ്ങിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സിനെ കുറിച്ച്, പെയിൻ, മെഡിക്കേഷൻ, അതർ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അവബോധം പേഷ്യൻസിന് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മുടെ കൺസേണുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പറഞ്ഞത് ഇൻഫോംഡ് കൺസേണിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ ഇൻഫോംഡ് കൺസേണിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. ഇത് വീണ്ടും വീണ്ടും പറയുന്നല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, കൺസേണുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ. ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പബ്ലിക് റിലേഷൻ എന്നൊരു ചാപ്റ്റർ. യെസ്, എന്താണ് പബ്ലിക് റിലേഷൻ? പറയാൻ പറ്റുമോ എന്താണ് പബ്ലിക് റിലേഷൻ എന്ന്? എന്താണ് പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്ന് അറിയാമോ? അല്ലേ, ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പബ്ലിക് റിലേഷൻസിൽ ആണോ? അതെ അല്ലേ? യെസ്.
സർവീസസ് ആണ് ശരിക്കും പറയുന്നത്. അതായത് ഒരു ഫോസ്റ്ററിങ് പോസിറ്റീവ് റിലേഷൻഷിപ്സ് ആണ്. പോസിറ്റീവ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് അതർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സിസ്റ്റത്തിലുള്ള എല്ലാവരുമായിട്ടൊരു പോസിറ്റീവ് റിലേഷൻസ് കൊണ്ടുവരാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഓക്കെ, അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. പിന്നെന്താണ് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു വർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് റിലേഷൻസ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് മീഡിയയുമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? മീഡിയ സോഷ്യൽ മീഡിയസുമായിട്ട് അല്ലെങ്കിൽ അതർ മീഡിയാസുമായിട്ട് നല്ലൊരു ബന്ധം പബ്ലിക് റിലേഷൻ പുലർത്തുന്നുണ്ടോ? യെസ്, മാനേജിങ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പല രീതിയിലും നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ പബ്ലിക് റിലേഷൻ ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് തന്നെ അല്ലെ. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് പോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് പോലെ തന്നെ എന്താണ് മറ്റൊരു വിഭാഗം കൂടിയാണ് പബ്ലിക് റിലേഷൻ. നമ്മള് ഡിസാസ്റ്റർ പഠിച്ചിട്ടുണ്ടാവും പബ്ലിക് റിലേഷൻ ഓഫീസറിനെ കുറിച്ചിട്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഹൈ കോസ്റ്റ് ഓഫ് ദ സർവീസസ് അറ്റ് ഹോസ്പിറ്റൽസ്, ദ competition between the public service institutions and private sector, raising the awareness of the public on the diseases, demand concentration on public relations service heavily. Public relations include the users and peer groups outlook, which molded by factors like satisfaction in terms of services provided and attitudes of the hospital personnel. Okay. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ശരിക്കും പറഞ്ഞ പബ്ലിക് റിലേഷൻ കൈകാര്യം ചെയ്യുന്നത്? ആശുപത്രിയുടെ സേവനങ്ങളിൽ ഉയർന്ന ചെലവുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ഓഫ് സർവീസസ് അറ്റ് ഹോസ്പിറ്റൽ, ആശുപത്രികളിലെ സേവനങ്ങളുടെ ഉയർന്ന ചെലവിനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ പബ്ലിക് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. എന്താ പറയുന്നത്? കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള കോമ്പറ്റീഷൻസിനെ കുറിച്ചാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ എന്താണ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ അല്ലെ. പബ്ലിക് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് സെക്ടേഴ്സും തമ്മിലുള്ള മത്സരങ്ങൾ, അല്ലെങ്കിൽ റൈസിംഗ് ദ അവയർനെസ് ഓഫ് പബ്ലിക് ഓൺ ദ ഡിസീസസ്, ഏതെങ്കിലും തരത്തിലുള്ള ഉയർന്നു വരുന്ന രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവയർനെസ് പബ്ലിക്സിന് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പബ്ലിക് റിലേഷൻ സർവീസ് ഹെവിലി. എന്താ പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ, അതായത് ഒന്നല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിലവുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസസ് ചിലവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൈവറ്റ് സെക്ടേഴ്സും തമ്മിലുള്ള മത്സരങ്ങൾ, അവർ തമ്മിലുള്ള മത്സരങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കൽ, അങ്ങനെ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന പൊതു കാര്യങ്ങൾ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും മെയിൻ്റെനൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും കൊടുക്കുന്ന ഒരു പ്രധാന ഡ്യൂട്ടിയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം മേഖലകളിലാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡിമാൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തിനോടാണ്? പബ്ലിക് റിലേറ്റഡ് ഇഷ്യൂസിനോടാണ് അല്ലെ. പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പബ്ലിക് റിലേഷൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ ആ ഒരു പാരഗ്രാഫ്? ചില കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്കൊരു നോട്ട് പോലെ തരാട്ടോ, അതൊന്നും എഴുതിയെടുക്കണം. അടുത്ത പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇത്രയും വാരി വരച്ച് പഠിക്കുന്ന ചെറിയ പോയിന്റ് ആക്കി തരാം, അതൊന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തെടുക്കണം, പറഞ്ഞുതരാം. ഓക്കെ, then public relation includes the users and peer groups outlook, which is molded by factors like satisfaction in terms of services provided and attitudes of the hospital personnel. ഇനി പബ്ലിക് റിലേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? യൂസേഴ്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ്. അതാണ് യൂസേഴ്സ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. users and peer groups.
പബ്ലിക് റിലേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്കറിയാം അതില് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാന്നല്ലേ, പബ്ലിക്കിന് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, നല്ലൊരു ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാക്കിയിട്ടും ആരൊക്കെ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല ആറ്റിറ്റ്യൂഡ്സ് ആർക്കുമായിട്ട് ഉണ്ടാകേണ്ടത്? ഹോസ്പിറ്റൽ പേഴ്സണൽസ് അല്ലെ, ഹോസ്പിറ്റൽ പേഴ്സണൽസും അതർ യൂസേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് ആണ്, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, പബ്ലിക്സ് അല്ലെങ്കിൽ പേഷ്യൻസിനെയാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പൊ പ്രധാനമായിട്ടും വരുന്ന പബ്ലിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റും ഹോസ്പിറ്റൽ പേഴ്സണൽസും തമ്മിൽ, ഹോസ്പിറ്റൽ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, സ്റ്റാഫുകളാണ് അല്ലെ. ഹോസ്പിറ്റൽ പേഴ്സൺസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ് ഉൾപ്പെടെ മറ്റ് സ്റ്റാഫുകളാണ്. അവർ തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്സ് ആണ് പബ്ലിക് റിലേഷൻസ് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പേഴ്സൺസും. അവരുടെ ഇടയിൽ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, then rapidly changing trends and concepts of advertising or marketing strategies along with the new age social media, which has an open and widespread reach, establishing a specialized. ഇനി നമുക്ക് പബ്ലിക് റിലേഷനെ ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്താ? പബ്ലിക്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്കറിയാം അല്ലെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ന്യൂ ട്രെൻഡ്സിലെ ഏറ്റവും ഒരു പുത്തൻ പ്രവണതയാണ് നമുക്കറിയാം എന്താ? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു പബ്ലിക് റിലേഷൻ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അഡ്വർടൈസിങ് കൊടുക്കാൻ പറ്റും നമുക്ക്, അഡ്വർടൈസിങ് പരസ്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എന്താണ്, ഏത് തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ സാധിക്കും. അഡ്വർടൈസ്മെന്റ് അതായത് കമ്മ്യൂണിറ്റിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലെ, അതാണ് സ്വാധീനിക്കാൻ സാധിക്കും. പബ്ലിക് റിലേഷൻ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പബ്ലിക്കിന് കൃത്യമായ അവയർനെസ് അല്ലെങ്കിൽ നല്ലൊരു അവബോധം കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിലൂടെ? പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലൂടെ അല്ലെങ്കിൽ എന്താണ്, ഇതെല്ലാം നമ്മൾ ന്യൂ സ്ട്രാറ്റജീസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള റീച്ച് കിട്ടുന്നത്. നമ്മൾ പറയില്ലേ, ഒരു റീലിട്ട റീച്ച് കിട്ടണം എന്നാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. റീച്ച് കിട്ടാന്ന് പറയുന്നത് എന്താ? ഇത്ര വ്യൂവേഴ്സ് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയാനോ, നമ്മൾ റീല് കണ്ടു കഴിഞ്ഞാൽ റീല് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് അറിയാൻ പറ്റും. എന്തിനാണ് നിങ്ങൾ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഒരു അറ്റൻഷൻ കിട്ടാൻ ചെയ്യും. പിന്നെ എന്താണ്, ഇതിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇത് ചെയ്യുന്നതിന് ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. ഏർണിങ്സ് ഉണ്ടാവും അല്ലെ, ഇൻകം ഉണ്ടാവും, നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ പബ്ലിക് റിലേഷൻസിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണോ അല്ലെ. അതായത് പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്തത്. ഏതിലൂടെയാണ്? പുത്തൻ പ്രവണതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതായത് ന്യൂ ട്രെൻഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ന്യൂ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പബ്ലിക് റിലേഷൻസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുമായിട്ട്. ഓക്കെ, the public relation department has now become mandatory. എന്താണ് the public relation department has now become mandatory എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് റിലേഷന്റെ ആവശ്യകത ഉണ്ടോ? നിർബന്ധമാണ് അല്ലെ, മാൻഡേറ്ററി ആണ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോ നിർബന്ധമാണ് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. Not only does it help the hospital organization achieve its socio-economic goals, but also helps in patients' well-being, speedy recovery. ഇനി ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പബ്ലിക് റിലേഷൻ മൂലം നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഹെൽപ്ഡ് ആവുന്നുണ്ട്?
ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും അവരെ നല്ല രീതിയിൽ റിക്കവർ ആക്കാനായിട്ടും പബ്ലിക് റിലേഷൻസ് ഒരു പരിധി വരെ എന്താണ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ ഒരു നല്ലൊരു റിക്കവറി, പേഷ്യൻസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആക്കി മാറ്റാനായിട്ടും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, to be successful, you need a well-considered public relations plan and complete with ethical, appropriate and proven strategies. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്ത് പേഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രവർത്തനങ്ങളായിരിക്കണം നൽകേണ്ടത്. എന്നിരുന്നാലും എന്താണ് അതിന് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ പ്ലാനോട് കൂടിയായിരിക്കണം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, പ്ലാൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയില്ലേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യാനായിട്ട്. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കേണ്ടത്. അത് കൂടുതൽ എത്തിക്കൽ ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് ആൻഡ് പ്രോവൻ സ്ട്രാറ്റജീസ്, അവിടെ നമുക്ക് പുതിയ തരത്തിലുള്ള സ്ട്രാറ്റജീസുകൾ അല്ലെങ്കിൽ എത്തിക്കൽ സ്ട്രാറ്റജീസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, പബ്ലിക്കിന് നമ്മൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള വിവിധ പുതിയ തന്ത്രങ്ങൾ നമുക്ക് അതിൽ ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നത് വഴി നല്ല രീതിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പബ്ലിക് റിലേഷൻസിന് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്, ഒന്ന് വായിച്ചു നോക്കാമോ? ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ അവിടെ തന്നെ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണേ. ടീച്ചർ പറയുന്ന പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യോ? പേന ഉണ്ടാകില്ല, നോട്ട് ചെയ്തോളൂ കേട്ടോ. Fostering, 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 F-O-S-T-R-I-N-G, fostering positive relationships with the positive relationship with the positive relationship with the fostering positive relationship with the patients, families and the community. Fostering positive relationship with the patients, families and the community. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു തരാം കേട്ടോ. ഷെയറിംഗ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്, ഷെയറിംഗ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതണേ. ഷെയറിംഗ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്, sharing news and updates with the media and എഴുതിയോ?
media and public. Media and public. Updates with the media and public. അടുത്ത point, enhance patient trust and satisfaction. Enhance patient trust and satisfaction. ഞാൻ ഈ തരുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ ഈ ഭാഗത്ത് നിന്ന്. Enhance patient trust and satisfaction. Support hospital growth and development. Support hospital growth and development. Manage crisis and maintain reputation. Manage crisis. CRISES. Manage crisis and maintain reputation. Manage crisis and maintain reputation. മീഡിയനെ കുറിച്ച് എഴുതിയല്ലോ അല്ലെ? Then informing hospital staff about policies, updates and initiatives. Policies, updates, initiatives. Informing hospital staff about policies, updates, and the initiatives. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഓക്കെ. പബ്ലിക് റിലേഷൻസ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? Fostering positive relationship with the patients, families, and the community. Patients, family, and community. First point അതാണ്. First point അതല്ലേ പറഞ്ഞത് ടീച്ചർ? Fostering positive relationship with the patients. ആരൊക്കെ തമ്മിലുള്ള പോസിറ്റീവ് റിലേഷൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? Patients, their families, and community. ഇവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്സ് ആണ് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ന്യൂസസുമായി ബന്ധപ്പെട്ട് അല്ലെ, ഷെയറിംഗ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് വിത്ത് മീഡിയ ആൻഡ് പബ്ലിക്. അപ്ഡേറ്റ്സുകൾ, വിവിധ തരത്തിലുള്ള ന്യൂസസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ ചെയ്യുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻസ് ആണ്. പിന്നെ തേർഡ് പോയിന്റ് ഏതാണ് പറഞ്ഞത്? തേർഡ് പോയിന്റ് ഒന്ന് വായിക്കൂ. എഴുതിയിട്ടില്ല നിങ്ങള്? ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയണോ? ഫോസ്റ്ററിംഗ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് patient, family, and community. Okay, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ആണ് നമ്മൾ ഷെയറിംഗ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് പറഞ്ഞത്. തേർഡ് പോയിന്റ് എന്താണ്?
enhance patient satisfaction, enhance patient trust and satisfaction, enhance patient trust and satisfaction. പിന്നെന്തായിരുന്നു? സപ്പോർട്ട് ഹോസ്പിറ്റൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഹോസ്പിറ്റലിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുമാരാണ്? പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. Then manage crisis and maintain reputation. എന്തെങ്കിലും തരത്തിലുള്ള ക്രൈസിസ്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാരാണ്? പബ്ലിക് റിലേഷൻസ് ആണ്. ഓക്കെ, ക്രൈസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? പ്രതിസന്ധികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് ആണ്, അല്ലെ? ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഇറേഴ്സ് ഒക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസോ അല്ലെങ്കിൽ മറ്റ് ബേർഡൻ ഒക്കെ സംഭവിക്കുന്ന സമയത്തും ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരിക്കും? പബ്ലിക് റിലേഷൻസ് തന്നെ ആയിരിക്കും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ പോയിന്റ്സുകള്? അത്ര പഠിച്ചാൽ മതി നിങ്ങൾ അത് അതിനെ പറ്റി. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റ്സുകള്? ഓക്കെ, ഇനി യെസ്, നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആണ്. കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻസ്. Public relation is an art and counseling social science branch on organizing services on the behalf of both institution and the target community by doing, trend analyzing and estimating the result these trends causes. So, public relation എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചാണ്. ഏതിന്റെ ബ്രാഞ്ചാണ്? സോഷ്യൽ സയൻസിന്റെ, അല്ലെ? സോഷ്യൽ സയൻസിന്റെ സ്ട്രീമിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് എന്താ? പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിഗ്രി സബ്ജക്ട്സുകളിലൊക്കെ ഒരു മെയിൻ കോംപ്ലിമെന്ററി സബ്ജക്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പബ്ലിക് റിലേഷൻസ്. പൊളിറ്റിക്കൽ സയൻസിലൊക്കെ വരുന്ന നമ്മുടെ സിലബസുകളിൽ പബ്ലിക് റിലേഷൻസിനെ കുറിച്ച് മാത്രമായിട്ട്, പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല എക്കണോമിക്സിലും വരുന്നുണ്ട്, അല്ലെ? പബ്ലിക് റിലേഷൻസിനെ കുറിച്ച് മാത്രമായിട്ട് പഠിക്കാനുണ്ട്. PG-യിലും വരുന്നുണ്ട്, ഡിപ്ലോമയിലും വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇത് സോഷ്യൽ സയൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രാഞ്ച് ആണ്. എന്ത്? സോഷ്യൽ സയൻസിന്റെ ഒരു ശാഖയാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് കൗൺസിലിംഗ് സോഷ്യൽ സയൻസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. പബ്ലിക് റിലേഷൻസ് ഈസ് ആൻ ആർട്ട് ആൻഡ് കൗൺസിലിംഗ് സോഷ്യൽ സയൻസ് ബ്രാഞ്ച്. അപ്പൊ ഇത് എന്തിനു വേണ്ടി? ഇതൊരു ന്യൂ ട്രെൻഡ് ആണ് ശരിക്കും, അല്ലെ? ഇതൊരു ന്യൂ ട്രെൻഡിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായ രീതിയിലുള്ള വിശകലനം നടത്തിക്കൊണ്ട് അതൊരു പുതിയ ട്രെൻഡ്സുകൾ ഉണ്ടാകും, അതായത് ഒരു പുത്തൻ പ്രവണതകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ നമ്മൾ കണക്കാക്കുക. റിസൾട്ട്സിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് കേൾക്കാമോ? അപ്പൊ ന്യൂ ട്രെൻഡ്സിനുള്ള അതായത് പുതിയ ട്രെൻഡ്സ് അല്ലെങ്കിൽ എന്താ പറയാ പുത്തൻ പ്രവണതകളുമായി ബന്ധിക്കുന്ന ഫലങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് പുതിയ തരത്തിലുള്ള സേവനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ആർട്ട് ആൻഡ് കൗൺസിലിംഗ് ഒരു സയൻസ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബ്രാഞ്ചാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രവണതകൾ വിശകലനങ്ങൾ നടത്തി പുതിയ പ്രവണതകളുമായി ബന്ധപ്പെട്ട പുതിയ ട്രെൻഡ്സുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ കണക്കാക്കിക്കൊണ്ട് ഏതെങ്കിലും സമൂഹത്തിനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കോ വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണിത്. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബ്രാഞ്ച് ആണിത് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് റിലേഷൻ is a process of the profitable integration of new and continuing relationship between an institution and partners. Public relations എന്ന് പറയുന്നത് എന്താണ്? Is a process of
profitable integration of new and continuing relationship between an institution and their partners. ഇതെന്താണ്? ഇത് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പാർട്ട്നേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള പുതിയതും അല്ലെങ്കിൽ തുടരുന്നതുമായിട്ടുള്ള ബന്ധങ്ങളുടെ ലാഭകരമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ പ്രക്രിയയാണ്. അതായത് പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പാർട്ട്നേഴ്സ് അല്ലെ? പാർട്ട്നേഴ്സ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്സ് ആണ്. തിരിച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇന്റർഗ്രേഷൻ പ്രോസസ് ആണ് എന്ത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും റിലേഷൻഷിപ്സ് ആണ് വരുന്നത്. ഒരാളും മറ്റൊരാളുമായിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ആരാണ്? നമ്മള് ഹോസ്പിറ്റൽ പാർട്ട്നേഴ്സിനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പേഴ്സണൽസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പങ്കാളികൾ, ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പാർട്ട്നേഴ്സ്. ഒരു ഹോസ്പിറ്റലിലെ മറ്റ് പാർട്ട്നേഴ്സ് എന്തായിരിക്കും അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ അവർ മാത്രമായിരിക്കില്ല, അല്ലാതെ മറ്റ് ഹോസ്പിറ്റലുമായിട്ട് പാർട്ട്ണർഷിപ്സുകൾ ഉണ്ടായിരിക്കും, അല്ലാതെ ബ്രാഞ്ചസുമായിട്ട് അവർക്ക് പാർട്ട്ണർഷിപ്സുകൾ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താണ് ഇന്റർഗ്രേഷൻ പ്രക്രിയ കൂടിയാണ് എന്ത്? പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഞാനിത് ഒരു സിമ്പിൾ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞേക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. Then it's a continuous relationship between institution and the partners. Institution partners തമ്മിലുള്ള ഇന്റർഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ഇന്റർഗ്രേഷൻ അല്ലെങ്കിൽ സംയോജിത പ്രക്രിയയാണ് എന്ത്? പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലെ? ഇൻസ്റ്റിറ്റ്യൂഷനും പാർട്ട്നേഴ്സും തമ്മിൽ, ഓർഗനൈസേഷനും അല്ലെങ്കിൽ പങ്കാളികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. And also the management of all the communication activities based on developing and sustaining an institution brand and reputation. ഇതെന്തൊക്കെ വരുന്നുണ്ട്? കൂടാതെ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡും അല്ലെങ്കിൽ അതിന്റെ പ്രശസ്തിയും വികസിപ്പിക്കുന്നതിലോ നിലനിർത്തുന്നതിലും എന്താണ്? എല്ലാ തരത്തിലുള്ള ആശയവിനിമയങ്ങളും നടത്തിപ്പിക്കും ആരാണ് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻസ് ആണ് അല്ലെ? ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻസ് ആണ്. അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലുമായി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാം അധിഷ്ഠിതമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും വികസിപ്പിക്കുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എല്ലാ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻസ് ആണ്. ഓക്കെ, പബ്ലിക് റിലേഷൻസ് ആർ മാനേജറിയൽ ഫംഗ്ഷൻ സപ്ലൈയിങ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ എയിംസ്. പബ്ലിക് റിലേഷൻസ് ആർ മാനേജറിയൽ ഫംഗ്ഷൻ. എന്താണ് മാനേജറിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? Supplying the achievement of organizational aims, the identification of organization mission and vision, facilitating organizational change. ഇത് പ്രധാന മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് റിലേഷന്റെ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ ദൗത്യം വിഷൻ പൂർത്തീകരിക്കുന്നതിനും അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മാനേജീരിയൽ പ്രവർത്തനമായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? പബ്ലിക് റിലേഷൻസ് പ്രവർത്തിക്കുന്നത് അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതിന്റെ ദൗത്യങ്ങൾ തിരിച്ചറിയുന്നതിനും നൽകുന്ന ഒരു മാനേജീരിയൽ പ്രവർത്തനമാണ് ആര് നയിക്കുന്നത്? പബ്ലിക് റിലേഷൻസ് നയിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതാണ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഓർഗനൈസേഷൻ ചേഞ്ച്. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതിന്റെ ദൗത്യങ്ങൾ തിരിച്ചറിയുന്നതിനും വേണ്ടി ഒരു മാനേജിംഗ് പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ മാനേജീരിയൽ പ്രവർത്തനമായിട്ടാണ് പബ്ലിക് റിലേഷൻസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കോൺസെപ്റ്റ് ടീച്ചർ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയാവുന്ന എഴുതിയെടുക്കാവോ? എഴുതിയെടുക്കാം കേട്ടോ. പബ്ലിക് റിലേഷൻ ഈസ് അബൌട്ട് ഇതിന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുത്തോളൂ. പബ്ലിക് റിലേഷൻ ഈസ് അബൌട്ട് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്. പബ്ലിക് റിലേഷൻ ഈസ് അബൌട്ട് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് a positive image and relationships between an organization
an organization and its audience audience and its audience through through effective communication. ഒന്നുകൂടി വായിക്കാം. പബ്ലിക് റിലേഷൻസ് അതിന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻ ഇസ് അബൌട്ട് building and maintaining a positive image and relationship between an organization and its audience through effective communication. എന്താണ് കോൺസെപ്റ്റ് പറയുന്നത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓഡിയൻസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കമ്മ്യൂണിറ്റി തന്നെയാണ് അല്ലേ? കമ്മ്യൂണിറ്റിനെ തന്നെയാണ് ഓഡിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്, പബ്ലിക് റിലേഷൻസ്. ക്യാമറ അത് ഓൺ ആവുന്നില്ല, അതുകൊണ്ടാണ് സ്റ്റക്ക്ഡ് ആണത്. ഓൺ ആവുന്നില്ല, അതുകൊണ്ടാണ്. ഇവിടെ തന്നെയുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ, നോക്കൂ. എന്താണ് പബ്ലിക് റിലേഷന്റെ കോൺസെപ്റ്റ്? എന്താണ്? Public relations about building and maintaining a positive image and relationship between an organization. എന്താണ് ആ ഒരു പോസിറ്റീവ് ഇമേജ് ആൻഡ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരുമായിട്ട്? ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഓഡിയൻസ്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ്, എന്നൊരു കോൺസെപ്റ്റ് ആണ് പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ പറഞ്ഞ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, ഇതൊന്നും വാരി വലിച്ചു പഠിക്കണ്ട. ഓക്കെ, ഇനി കോൺസെപ്റ്റില് കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതില് ലാസ്റ്റ് ഭാഗത്ത് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് പാരഗ്രാഫില് 2-3 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി ഇതിൽ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഫസ്റ്റ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ടീച്ചർ കുറച്ച് പോയിന്റ്സ് തന്നില്ല, ഒരു 4 പോയിന്റ് തന്നില്ല. ആ 4 പോയിന്റ്സ് പഠിക്കുക മാത്രം, അത് പഠിച്ചാൽ മതി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എഴുതി തന്ന പോയിന്റ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? Okay. Okay, thank you. ഇതിന്റെ ക്യാമറ ഒന്ന് നോക്കണേ.